അപ്പം നമ്മൾ അവിടെ നിന്ന് കയറി ഏകദേശം എന്താണ് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയുണ്ട് പാട്ടിയൊക്കെ നമ്മളെ അങ്ങ് മേളില്ല, അങ്ങ് പോകണം. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഒരു വിധ ട്രാവൽ ചെയ്ത് ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇനി ഒത്തിരി പരിപാടിയുണ്ട്. എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. കേസപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു അമ്പലം ബ്ലോഗാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ തന്നെ ഉള്ള അമ്പലമാണ് പറക്കുളത്ത് അമ്പലം. അതായത് ഒത്തിരി കയറി പോകണം, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാം. സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പാടാണ് ചില സമയത്ത് ഇവിടെ കയറാനെന്ന് വെച്ചാൽ. ഒത്തിരി ടാസ്ക് ഉള്ളൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് പോയേക്കാം, നമുക്കെന്തെങ്കിലും കാണണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ കാണാം. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ നേരത്തെയൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എന്തായാലും നല്ലതാണ്. വെയിലൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. നല്ല രസമാണ് ഇവിടെ കാണാം. അതാണ് ഇതിൻ്റെ പ്രത്യേക ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു അണ്ണാൻകുഞ്ഞ് പോയി മച്ചാമാരെ. ജസ്റ്റ് നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അണ്ണാൻകുഞ്ഞിനെ കണ്ടായിരുന്നു. അതാ പെട്ടെന്ന് കാണിക്കാനും പറ്റില്ല, അതൊക്കെ പോവുകയും ചെയ്തു. ഗൈസപ്പോൾ ഇനിയാണ് നമ്മുടെ മലകയറ്റം വരുന്നത്. എൻ്റെ അമ്മോ ഗൈസപ്പോൾ നമ്മുടെ മലയൊക്കെ കയറി എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കയറി വരുന്ന കാര്യത്തെ കഷ്ടപ്പാട്, നടന്നു കയറുന്നത് പ്രത്യേകിച്ച്. ഗൈസപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി ഏകദേശം എന്താണ് മുകളിലോട്ട് വന്നത്. ഇനിയുണ്ട് പാട്ടിയൊക്കെ നമ്മളെ അങ്ങ് മേളില്ല, അങ്ങ് പോകണം. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഒരു വിധ ട്രാവൽ ചെയ്ത് ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇനി ഒത്തിരി പരിപാടിയുണ്ട്. എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. കഴിച്ചപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് റോഡ് വഴിയല്ല പോയത്, ചെറിയൊരു ഷോർട്ട് കട്ട് പിടിച്ച് ഇതിലെയാണ് പോകുന്നത്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു റബ്ബർ തോട്ടമാണ്. ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഞങ്ങളിപ്പോൾ ഇതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല വൈബാണ്. എന്തായാലും കാണിച്ചു തരാം. നല്ല രസമുണ്ട് ഈ തോട്ടത്തിൽ കൂടെ കയറാൻ. നല്ല തണുപ്പുണ്ട്. അത്രയും വെയിൽ കൊണ്ട് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആശ്വാസം എന്ന് പറയുന്നത്. നല്ല ക്ലൈമറ്റാണ് ഇവിടെ. പക്ഷേ ഇവിടെ നിന്ന് കയറാൻ എളുപ്പം. മെയിൻ റോഡ് പോകണമെങ്കിൽ ഒരുപാട് വളഞ്ഞുറ്റി പോകണമായിരുന്നു, വണ്ടിയൊക്കെ പോകുന്നതാണ്. ഞങ്ങൾ ഇതുവഴി എന്തായാലും കയറി, നേരത്തെ തൊട്ടേ ഇതുവഴി കയറുന്നത്, അതുവഴി ഒരു വട്ടം പോയി അനുഭവിച്ചാണ്. അതുകൊണ്ട് എന്തായാലും ഇതുവഴി കയറാമെന്ന് വിചാരിച്ചു. കഴിച്ചപ്പോൾ ഇത്ര നാൾ ഷോർട്ട് വീഡിയോ ആണ് ഇട്ടത്. ഇനി തൊട്ട് ആഴ്ചയിൽ ഒരു ദിവസമായാലും ഫുൾ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിച്ചപ്പോൾ വെയിലൊക്കെ ഇവിടെ കുറവാണെന്ന് കാണുന്നു. പക്ഷേ എന്നാലും വെയിൽ അത്യാവശ്യമുണ്ട്. പക്ഷേ ഒരു ഇളമ്പയില്ല. ഇതിലേക്കൂടെ നടക്കുമ്പോൾ ഒന്നും അറിയാമില്ല. വലിയ റോഡ് വഴി നടക്കുമ്പോഴാണ് ഈ വെയിലൊക്കെ സഹിക്കേണ്ടി വരുന്നത്. ഇതിപ്പോൾ ഇവിടെ നല്ല രസമുണ്ട് കാണാൻ തന്നെ. ഈ തോട്ടത്തിൽ കൂടെ ആയതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട്. ഞങ്ങളെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം എന്ന് വെച്ചാൽ 7 മണിയാണ്. ഇവിടെ ഇപ്പോൾ ടൈമെന്ന് വെച്ചാൽ 8:30 ആകുന്നു, 8:30 ആകാൻ പോകുന്നു. അത്രയും ടൈം വേണം ഇവിടെ കയറണമെങ്കിൽ തന്നെ. നടന്ന് വരണമെങ്കിൽ തന്നെ ഞങ്ങൾ നടന്നാണ് വന്നത്, വണ്ടിയൊന്നും എടുത്തില്ല. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഏകദേശം ആ വഴി കയറി മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ പറ്റും അമ്പലം എത്താറായി. കുറച്ചുകൂടെ നടക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കാണിച്ചു തരാം ഇപ്പോൾ. കഴിച്ചപ്പോൾ ഇതാണ് കേട്ടോ അമ്പലക്കുളം എന്ന് പറയുമ്പോഴേ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുളമാണ് ഫസ്റ്റ് കാണുന്നത്. അവിടെ നോക്കുമ്പോൾ തന്നെ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ തന്നെ ഇഷ്ടം പോലെ ആമ്പലുണ്ട്. പറക്കുളത്ത് നമ്മുടെ സ്വന്തം കുളമാണിത്. ഇതിപ്പോൾ ഞങ്ങൾ നടന്നു വന്ന വഴി ഒരു മയിലിനെ കണ്ടു. ഇവിടെയൊക്കെ മയിലൊക്കെ ഇഷ്ടം പോലൊക്കെ ഉണ്ട്. ഒരെണ്ണത്തിനെ കണ്ടു. ഇപ്പോൾ ഞാൻ കുറേ കാണിച്ചു തരാം. നമ്മളിപ്പം അതായത് മയിലിനെ കണ്ടിട്ട് ഇപ്പോൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് തൊഴുതേച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ സമയം ഏതാണ്ട് 8:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ സമയത്താണ് ഇപ്പോൾ കറക്റ്റ് 8:30. നമ്മൾ വിചാരിച്ചത് ഒരു 8 മണിക്ക് വരുമെന്നാണ്. പക്ഷേ നടന്ന് കയറി വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് 8:30 ആയിട്ടുണ്ട്. കയറി വന്നപ്പോൾ തന്നെ നല്ല വിയർത്ത് മാസ്കൊക്കെ അങ്ങ് നൈസായിട്ട് അങ്ങ് ഊരി വെച്ചിട്ടുണ്ട്. ഏതായാലും തന്നെ അപ്പോൾ പറക്കുളത്തമ്മയുടെ നടയിലാണ്. ഇതിപ്പോൾ വീഡിയോ കാണുന്നതിൽ പലരും ചോദിക്കും ഇവിടെ എന്താ കാണാനാ, പ്രത്യേകിച്ച് നമ്മൾ അല്ലാതെ കാണാൻ വൈബുള്ള സ്ഥലത്തൊക്കെ പോയി എന്താ വ്ളോഗ് ചെയ്യാത്തതെന്ന്. കാരണം നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ, നമുക്ക് അറിയാവുന്ന സ്ഥലമല്ലേ നമ്മൾ ആദ്യമൊക്കെ പോകുന്നത്. എന്തായാലും അതിൻ്റെ അത്രയും വൈബ് വേറെ എങ്ങും പോയാൽ കിട്ടത്തില്ല. നമ്മൾക്ക് ചുറ്റും നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നമുക്ക് ഇതുപോലത്തെ നല്ല വൈബുള്ള സ്ഥലം തന്നെ. അപ്പം നമ്മൾ കാശും മുടക്കി ദൂരെ പോകണ്ടല്ലോ. അപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇഷ്ടം പോലെ മയിൽ. ഇത് അമ്പലത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ നിന്ന് മയിലിൻ്റെ നേരെയാണ് എത്ര എണ്ണിയാ തീരാത്ത പോലെ മയിൽ. ഇഷ്ടം പോലെ മയിൽപ്പീലിയും കിട്ടുന്നതാണ്. ഇപ്പം ജസ്റ്റ് കുറച്ച് നോക്കട്ടെ ഗൈസ്, മച്ചന്മാരെ ഒന്ന് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് കേട്ടോ. ഏതായാലും തന്നെ അതുകൊണ്ട് ഗൈസ് അവിടെ കണ്ടില്ലേ ഇഷ്ടം പോലെ മയിലെന്ന് വെക്കുക. ഇത് ആൺമയിലും പെൺമയിലും എല്ലാം ഗ്രൂപ്പായിട്ടുണ്ട്, ഫാമിലി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഈ പരിപാടി കഴിഞ്ഞ് നമുക്ക് ഇറങ്ങിയേക്കാം. അപ്പം നമ്മളിവിടെ തിരിച്ചിറങ്ങുവാണ്. എന്തായാലും പോയേക്കാം, അതാണ് നല്ലത്. നീ പോയിട്ട് ഒത്തിരി പരിപാടിയുണ്ട്. അപ്പോൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നേരെ ഒരു സൂയിസൈഡ് പോയിന്റ് ആണ് കേട്ടോ. നമുക്ക് താഴെ കുഴി കാണാം, ഭയങ്കര കുഴി. ഇവിടെ നിന്നൊക്കെ ചാടി ഇടപാട് തീരുമെന്ന് പറയാം, ഭയങ്കര കുഴി. എനിക്കൊന്ന് താഴെ നമ്മുടെ സ്വന്തം സ്ഥലമായ മേടപ്പാറയാൻ തോന്നുന്നു. എന്തായാലും വൈബ് സ്ഥലം. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ.